ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ 1356. നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ വേദനകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങൾ ഏതൊക്കെ സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്, നിങ്ങളുടെ വിഷമങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ 3 തവണ ശ്വാസം വലിച്ചുവിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഫയൽ ഏതാണ്, ആ ഒരു ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത വ്യക്തിയുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്പർ 1 സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ്. ഓക്കെ, നമ്പർ 1. നമ്പർ 1 ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ഫയൽ. ഓക്കെ, അപ്പോൾ നമ്പർ ഫസ്റ്റ് ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വരുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്പർ ഫസ്റ്റ്, അതായത് ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഐ തിങ്ക് അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാവുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ് നിങ്ങൾക്ക് അങ്ങോട്ട് വരുന്നില്ല. ഒന്നീ നിങ്ങളുടെ കയ്യിൽ പണം കയറാത്തതായിരിക്കും. നിങ്ങൾക്കെല്ലാം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം അതിനെ സമ്മതിക്കാത്ത, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം, കുറേ അധികം ആഗ്രഹങ്ങളുണ്ട്, അവിടെ എത്തണം, ആഗ്രഹങ്ങൾ മാത്രമുണ്ട്. പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഒരു ക്ഷീണിച്ചൊരവസ്ഥയിൽ നിൽക്കുന്ന കുറേ പേര് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാതെ മാനസികമായിട്ട് തളർന്ന ഒരു ഡൗൺ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾക്കാരുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ സ്ട്രെങ്ത്ത് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ നിങ്ങളത് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു വാല്യൂ, അതിൻ്റെ ഒരു ആ ഒരു ജന്മത്തിൻ്റെ ഒരു ദൗത്യം എന്താണെന്ന് മനസ്സിലാവാത്ത കുറച്ചധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകുന്ന വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ്. ഐ തിങ്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ പരമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഡാർക്കിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ലൂപ്പിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. വേറെ ആരെങ്കിലും കൺട്രോളിൽ, ഫിനാൻഷ്യലി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളെ മെൻ്റലി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം. ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു സമയം ഭയങ്കരമായിട്ടും ഇമോഷണലി ഭയങ്കര ഒരു വിഡ്രാവൽ, ഇമോഷണലി നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആയിട്ട് നിൽക്കുന്നൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടൈം എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്തിന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു എന്നുള്ളൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സോൾ ക്രേവിങ് എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു ടൈം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടെംപ്റ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് കാണാൻ പറ്റും. കുറേ അധികം ആൾക്കാർക്ക് ഈ ഒരു സമയം ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ട്രാൻസ്ഫർമേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനർജി ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പം ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം, ഭയങ്കരമായിട്ടും വിഷമം, ഭയങ്കരമായിട്ടും ഒരു എന്താ പറയുക, എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഐ തിങ്ക് നിങ്ങളുടെ വിധി തീരുമാനിച്ച് വെച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് തീരുമാനിച്ച് വെച്ചേക്കുന്നത്
നിങ്ങളുടെ അതായത് നിങ്ങളുടെ സോള് തന്നെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തന്നെ അത് നോർമലി അത് പോകുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ട് യൂണിവേഴ്സിൽ പരമാർ സഹായിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ വരുന്ന ചില സിറ്റുവേഷൻസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കുറച്ചധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഫിനാൻഷ്യലി എങ്ങനെ വെച്ചാൽ നല്ലൊരു ജോലി കാണത്തില്ല മേ ബി കുറച്ചധികം ആൾക്കാർക്ക്. മേ ബി ജോലിയിൽ നിന്ന് നല്ല ശമ്പളം കിട്ടുന്നില്ലായിരിക്കാം. മേ ബി നിങ്ങൾ ഉദ്ദേശിച്ചൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങൾക്ക് കുടുംബത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റാത്തൊരു ടൈമിലായിരിക്കാം കുറേയധികം ആൾക്കാർ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ പൈസ യൂസ് ചെയ്യണം എന്നറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പൈസ കടം, കുറച്ച് പൈസ സാധനങ്ങൾ വാങ്ങണം, കുറച്ച് അങ്ങനെ നിങ്ങൾക്കൊരു ഒരു ഒരു ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ അല്ല എന്നാണ് കറക്റ്റ് പറയാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും ഇമോഷണൽ ലോസാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ടും എന്തൊക്കെയോ ക്രേവിങ് മീൻസ് ഭയങ്കരമായിട്ട് ഡെപ്തായിട്ടുള്ള ക്രേവിങ്, എന്തിന് ജീവിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് ലൈഫ്, അല്ലെങ്കിൽ എന്തിനാണ് ഇത് മുന്നോട്ട് പോകുന്നത്, ഇതിൻ്റെ ഒരു ഡെപ്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാണ്ട് കുറച്ചധികം ആൾക്കാർ പോകുന്നൊരു സിറ്റുവേഷനിലായിട്ട് കുറച്ചധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് പേജ് ചൂസ് ചെയ്ത ആൾക്കാരെ ഒരുതരം ദൈവത്തിൻ്റെയോട് ചോദിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈം വരുന്നൊരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി നിങ്ങളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഡെപ്ത് എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾ പരമാവധി നിങ്ങളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക, നിങ്ങൾ പരമാവധി നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് മറ്റുള്ള കാര്യങ്ങളിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നത് ആദ്യം പോസിറ്റീവ് ആയിരിക്കത്തില്ല ഒരിക്കലും. നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അവിടെ ആദ്യം പ്രവർത്തിക്കുന്നത് നെഗറ്റീവ്സ് ആയിരിക്കും. കാരണം നമ്മളൊരു കാര്യത്തിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഉയർച്ച മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എങ്ങനെ കയറണം എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പെട്ടുപോകും. അപ്പോൾ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഫോൾട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് പഠിച്ചാണ് പോകുന്നുണ്ട്. നമുക്ക് അറിയാൻ പറ്റുക നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഫോൾട്ടുകൾ നമുക്ക് അറിയാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഉയർന്നു പോകാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണും. അപ്പം അതിലോട്ട് മാക്സിമം അച്ചീവ് ചെയ്ത് അതിലോട്ട് മാക്സിമം കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐയൊക്കെ ഉണർത്തിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബ്രെയിൻ വെച്ച് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നിട്ട് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളിലോട്ട് വരും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് എല്ലാം, പണം എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഓക്കെ, അപ്പം അടുത്തായിട്ട് ഈ പറഞ്ഞൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക മാക്സിമം. അതായത് ഇപ്പം എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ കഴിവ് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക. ഇതെല്ലാം നിങ്ങളുടെ ഇന്നറായിട്ടുള്ളൊരു വർക്ക് അല്ലെങ്കിൽ ഇന്നർ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് എന്താണോ പണം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ നിങ്ങളെ മെച്ചപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു ബിസിനസ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, സൈഡ് ബിസിനസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ്, അതായത് നിങ്ങളുടെ നീഡ്സ്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ടൈം മാക്സിമം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്കത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ ഇപ്പോൾ കാണാൻ പറ്റണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളിലോട്ട് എത്തുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് വിധിക്കപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ നിങ്ങളുടേതായ സ്ഥലം, അല്ലെങ്കിൽ ഒരു ജേണി, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈം ഒരു ജേണി ഉണ്ടാവുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ടൈം സ്റ്റാർട്ടാവണം. അതായത് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പം ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും കഷ്ടപ്പാടും പ്രശ്നങ്ങളും സിറ്റുവേഷൻസും ഡാർക്കാണ് അനുഭവിച്ചെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ടൈം കഴിയുന്ന സമയത്ത് ഓപ്പോസിറ്റ് വേറൊരു ടൈം ഉണ്ടാവും. ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളാണോ വന്നത് അതിൻ്റെ സെയിം, അതായത് നെഗറ്റീവ് പ്രവർത്തിച്ച സമയത്ത് ആ സമയത്ത് പോസിറ്റീവ് പ്രവർത്തിക്കാൻ തുടങ്ങും.
അത്രയും കാലം നെഗറ്റീവ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവ് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രീം കം ട്രൂ ആവുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രീം കം ട്രൂ ആവുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ടൊരു സമയം വരുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു കാലം അല്ലെങ്കിൽ നല്ലൊരു സമയം എന്തുകൊണ്ട് എനിക്ക് വേണ്ടി എന്ത് ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു സമയം എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫേ ചേഞ്ച് ആവുന്നൊരു സംഭവം, പീസായിട്ടുള്ളൊരു എനർജി, എംപ്രസ് ആയിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു ടൈമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന നിങ്ങളുടെ എനർജീസ്, ഈ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജീസും നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻസും ഫുള്ള് മാറിയതിന് ശേഷം പുതുതായിട്ടുള്ളൊരു ജേണി, നിങ്ങൾ മേ ബി നിങ്ങൾ എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കാൻ പോകുന്ന വ്യക്തികളായിരിക്കാം. എങ്ങോട്ടെങ്കിലും നിങ്ങൾക്കൊരു കൺഫേം ഒരു യാത്ര ഉണ്ടാവത്തിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു നല്ലൊരു യാത്ര, നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു യാത്ര കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പോയിൻ്റ് എന്താണ്, നിങ്ങളുടെ ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതും, നിങ്ങളോട് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നൊരു, നിങ്ങളുടെ മൈൻഡ് റീഫ്രഷ് ആക്കാൻ പറ്റുന്നൊരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു ജേണി നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. കുറേ അധികം ചിന്തിക്കാൻ പറ്റിയ, നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം, നിങ്ങളോട് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു ഡ്രീം ജേണി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സോൾ നിങ്ങളിൽ കൂടുതലും കണക്റ്റഡ് ആവുന്നൊരു ടൈം നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാവുന്നുണ്ട്. വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ തന്നെ അതുണ്ടാവുന്നുണ്ട്. എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് എംപ്രസ് ആയിട്ടുള്ളൊരു എനർജി, പീസ് ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, പുതിയ വീട് വാങ്ങുന്നതായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നീ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം, നിങ്ങളുടെ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അയ്യോ എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം, എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സിറ്റുവേഷൻ ഭയങ്കര ഡാർക്കായിട്ടാണ് തോന്നുന്നത്, ഇത് എനിക്ക് പോസിബിൾ ആവത്തില്ലേ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ലേ, ഒരു റീയൂണിയൻ, ഒരു റെസൊല്യൂഷൻ, എനിക്ക് ഒരു ഉയർച്ച ഉണ്ടാകത്തില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 100% ഞാൻ പറയുന്നു നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന ഒരു നിങ്ങളുടെ ഡിസിഷനിലാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങൾ ഒട്ടും സ്ട്രോങ് അല്ല എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. മൈൻഡ് കൊണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നതാണ്, ഒട്ടും സ്ട്രോങ് അല്ല. പക്ഷെ ഒട്ടും എന്താ പറയുക, ഭയങ്കരമായിട്ടും ഒരു പാവം, ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തികളായിട്ട് ഈ കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് യൂണിവേഴ്സ്. അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ബൈ. നമുക്കടുത്ത സെക്കൻഡ് പേൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം രണ്ടാമത്തെ പൈൽ. ഓക്കെ, നമുക്ക് നോക്കാം രണ്ടാമത്തെ ഫയൽ. ഓക്കെ, രണ്ടാമത്തെ ഫയൽ നിങ്ങളടുത്ത് എന്താണ്, നിങ്ങളടുത്ത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഫയൽ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ഫയൽ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഫയൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഫയൽ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോവേണ്ടത് എന്നറിയത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല.
ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് സിറ്റുവേഷൻ, ഭയങ്കരമായിട്ട് കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് സഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രശ്നം. കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു എമൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പൈസ, നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പണം, നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു പണം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല എന്നുള്ള കുറേയധികം വിഷമം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം മൂലം നിങ്ങൾക്ക് കുറേ ഇൻറ്റ്യൂഷൻ ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ട്. കുറേയധികം കാര്യങ്ങൾ, അത് നിങ്ങൾ കുറേ നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് കുറേയധികം കാണുന്ന ആൾക്കാരായിട്ട് കാണുന്നുണ്ട്. സ്വപ്നങ്ങൾ വഴി കുറേയധികം സമയം നിങ്ങൾ ഈ ഒരു സമയത്ത് സ്വപ്നങ്ങൾ കാണുന്നൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നു. ഭയങ്കരമായിട്ടും സ്വപ്നങ്ങൾ കാണുക, പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയുക, ഓരോ സിറ്റുവേഷൻസും നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക, അങ്ങനത്തുള്ള കുറേയധികം കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സമയത്ത് കുറേയധികം ആൾക്കാർക്ക് ഒരു റീജോയിനിങ് സെലിബ്രേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പോയ വ്യക്തി തിരിച്ചു വരുന്നതായിരിക്കാം, നിങ്ങളുടെ ലവ് റിലേഷനിലൊരു പ്രത്യേക സാഹചര്യം, അല്ലെങ്കിൽ പുതിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സാഹചര്യമായിട്ട് കാണാൻ പറ്റും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നൊരു കാര്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം മെച്ചപ്പെട്ടൊരു സിറ്റുവേഷനിലോട്ട് പോകുന്ന കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴത്തെ ഒരു വേദനയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഫെയിലിയർ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ കിട്ടിയൊരു ട്രോമാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെയോ ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് എന്താ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തകർച്ച മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫെയിലിയർ മാത്രം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒന്നും മേ ബി നിങ്ങൾ ഈ ഒരു ടൈമിൽ ആരുടെ പറയത്തില്ലായിരിക്കാം. ഭയങ്കരമായിട്ടും ഒറ്റയ്ക്ക് നിന്ന് സഫർ ചെയ്യുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളൊരു ദൈവവിശ്വാസിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാർ ഭയങ്കരമായിട്ടും യൂണിവേഴ്സിൽ കണക്റ്റഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം അറിവുകൾ ഉള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റും. കുറേ അധികം സംസാരശേഷിയുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ, ആൾക്കാരെ തിരിച്ചറിയാനും ഓരോ വ്യക്തികളെയും മനസ്സിലാക്കാനുമുള്ള പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന കുറച്ചധികം ആൾക്കാരെ ഒരു എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മസ്കുലാർ എനർജി കുറച്ചധികം കൂടുതൽ നിൽക്കുന്ന ലേഡീസിനെയും എനിക്കിവിടെ കാണാൻ പറ്റും. അതായത് കുറച്ചധികം ധൈര്യം കാര്യങ്ങളും ഉള്ള വ്യക്തികളെ, കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സൈക്കിക് എബിലിറ്റി ഉണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സൈക്കിക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക, ഒരു ടെലിപ്പതി ആയിരിക്കാം. നിങ്ങൾക്ക് ടെലിപ്പതി കണക്ഷനൊക്കെ ഭയങ്കരമായിട്ടും വരുന്നൊരു ടൈമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും അവേക്കനിങ് ആവുന്ന, സ്പിരിച്വൽ സ്ട്രെങ്ത്തും ഉള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവുന്നു. കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങളെ തെളിയിക്കുന്നുണ്ട്. ഓരോ സിറ്റുവേഷനിലും, ഓരോ ടൈമിലും, ഓരോ കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളെ തെളിയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ തെളിയിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സ്വപ്നങ്ങൾ കാണുന്ന ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഒരു ഫങ്ഷൻ, അല്ലെങ്കിൽ ഒരു പാർട്ടി, ഒരു ബർത്ത്ഡേ പാർട്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീജിയണൽ സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും കടന്നു വരികയായിരിക്കാം. പുതുതായിട്ട് ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ ലൈഫിലൂടെ കടന്ന് നിങ്ങൾ കുറേ കാര്യം പഠിപ്പിക്കുന്നൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആയിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട്, അല്ലെങ്കിൽ പുതിയ ലൂപ്പിലോട്ട്, പുതിയ കാര്യങ്ങൾ തേടി, പുതിയ അടുത്ത പാർട്ടിലോട്ട്, അടുത്ത ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്ന ടൈമായിട്ട് കുറച്ചധികം ആൾക്കാർ എനിക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻ. ഐ തിങ്ക് സ്പിരിച്വൽ പരമായിട്ടുള്ളതായിരിക്കാം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം. നിങ്ങളെ പേടിപ്പെടുത്തുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ, നിങ്ങളെ ഭയങ്കരമായിട്ട് ഡാർക്കിൽ കൊണ്ടിടുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കുന്ന, നിങ്ങളുടെ എനർജി ലോസ് ചെയ്ത് എന്തൊക്കെയോ പരിപാടി, അല്ലെങ്കിൽ എന്തൊക്കെയോ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഹീലിംഗ് വേണമെന്നുള്ളൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മെഡിറ്റേഷൻ വേണമെന്നുള്ളൊരു കാര്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന രീതിക്ക് നിങ്ങളെ കൊണ്ടുപോകേണ്ട ഒരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈം ഭയങ്കരമായിട്ടും ഇമോഷണൽ വിഡ്രോവൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ടാകുന്നുണ്ട്. ഇമോഷണൽ വിഡ്രോവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ്സും വരാം, പോസിറ്റീവും വരാം. അതേ കണക്ക് തന്നെ നിങ്ങളെ കൂടുതലും നിങ്ങൾക്ക് മനസ്സിലാക്കി, നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾ കൂടുതലും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ടൈമായിട്ട് കാണാം. അതായത് നിങ്ങൾക്ക് ചിരി,
നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ വിഷമം ഒക്കെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ടീം, അല്ലെങ്കിൽ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കി പെരുമാറാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളിലേക്ക് കൂടുതൽ നിങ്ങളുടെ ഇമോഷനിൽ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ദിവസം. കുറേയധികം പ്രശ്നങ്ങൾ തരണം ചെയ്ത് കുറേയധികം സിറ്റുവേഷനിൽ കരഞ്ഞ് നിങ്ങൾ അവസാനം പോയി നിൽക്കുന്നത് ഒരു ബെറ്റർ പൊസിഷനിലോട്ട് എത്തി നിൽക്കുന്ന ഒരു ടൈമായിട്ടും ഈ ഒരു സമയം കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാരുടെ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം, ഫിനാൻഷ്യൽ പരമായിരിക്കാം, കാർമിക്കായിരിക്കാം, കർമ്മ റിലേറ്റഡ് ആയിരിക്കാം, സൈക്കിക് അറ്റാക്ക് ആയിരിക്കാം. ഇങ്ങനത്തെ കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു പാത്ത്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാത്ത് നിങ്ങൾ കണ്ടുപിടിക്കുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഒരു ഹയറായിട്ടുള്ളൊരു പൊസിഷൻ കണ്ടുപിടിച്ച്, അതായത് നിങ്ങൾ സ്വന്തമായിട്ടൊരു മെഡിസിൻ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ റിയലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ നിങ്ങളുടെ ഇമോഷൻസ് മാറ്റുന്നതായിരിക്കാം, നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നതായിരിക്കാം, നിങ്ങളെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്ന രീതിക്ക് നിങ്ങൾ പോകുന്നൊരു ടൈമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടൈമിലോട്ട് നിങ്ങൾ കടക്കും. അതായത് നിങ്ങൾ പോലും അറിയാത്തൊരു വശം, അല്ലെങ്കിൽ ഒരു ഡോർ നിങ്ങൾ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അതായത് ഭയങ്കരമായിട്ട് സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കാം, ആരുമില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരുന്നൊരു സിറ്റുവേഷൻസ് ആയിരിക്കാം. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ളൊരു പവർ നിങ്ങൾ എവിടെ നിന്നെങ്കിലും കണ്ടെത്തുന്നതായിരിക്കാം. മേ ബി നിങ്ങൾ ആരോഗ്യപരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ പരമായിട്ടായിരിക്കും, എന്തൊക്കെയോ നിങ്ങളെ തന്നെ മാറ്റി നിർത്തുന്ന ലുക്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്ത് യോഗ, ഡാൻസ്, അങ്ങനെയൊക്കെയുള്ള പുതിയ കാര്യങ്ങൾ പഠിച്ച് നിങ്ങളെ കൂടുതലും മനസ്സിലാക്കി നിങ്ങളുടെ എന്താണ് ഒരു അനദർ വേ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പോയിൻ്റായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളൊരു കഴിവിനെ നിങ്ങൾ ഈ ഒരു സമയത്ത് മെച്ചപ്പെടുത്തുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം എന്തൊക്കെയോ ഒരു ഇൻഫർമേഷന് വേണ്ടി ആരൊക്കെയോ കാത്തു നിൽക്കുന്നൊരു സമയമായിട്ട് കാണാം. ആരുടെയൊക്കെയോ എന്തിനേക്കോ ഒരു വെയിറ്റിംഗ് ലിസ്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയോ ഒരു മെസ്സേജ്, ഒരു ഇൻഫർമേഷനായിട്ട് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊരു ടൈമായിട്ട് കാണും. മേ ബി നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ദുബായിൽ പോയി, അമേരിക്കയിൽ, അങ്ങനത്തെ അബ്രോഡ് പോകുന്ന വ്യക്തികൾക്ക് അതിന് വേണ്ടിയുള്ള ചാൻസിന് വേണ്ടി നിൽക്കുന്നതായിരിക്കാം. മേ ബി ഫിലിം അങ്ങനത്തെ ഉള്ളൊരു ചാൻസിനായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ആരെയൊക്കെയോ ഒരു റിലേഷൻഷിപ്പിൽ ഓക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ എന്തൊക്കെയോ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ടൈമായിട്ടും എനിക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത്, അതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ കുറേ അധികം ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ടൈമായിട്ട് കാണാൻ പറ്റും. ഫിനാൻഷ്യലായിരിക്കാം, ലവ് റിലേഷൻ ആയിരിക്കാം, നിങ്ങളുടെ കഴിവായിരിക്കാം, അങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നു. അപ്പം ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയുള്ള ടൈമായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം കണക്ട് യുവർ ഹയർ സെൽഫ്, നിങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ലൈഫിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് വേൾഡ്സ് നല്ല ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സിറ്റുവേഷൻ വലിയ കുഴപ്പമില്ലാണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പേര്. അപ്പം ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലോട്ട് കാണാം.